നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം രൂക്ഷമാവുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അടിയന്തരമായി രാജിവെക്കാതെ സമരപ്പന്തലിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് CJP നേതൃത്വം. സമരക്കാരുമായി രണ്ടാംഘട്ട ചർച്ചകൾ നടത്തുന്നതിനായി കേന്ദ്രമന്ത്രി JP നഡ്ഡയെ വീണ്ടും നിയോഗിച്ചു. സമരക്കാരുടെ വൻ ഒഴുക്ക് തടയുന്നതിനായി ഡൽഹിയിലെ 16 പ്രധാന മെട്രോ സ്റ്റേഷനുകൾ അധികൃതർ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ലാൽ കുമാറാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ലാൽ, പാർലമെന്റിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് CJP വഴങ്ങുമോ, അതോ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ള ഉറച്ച ആവശ്യത്തിൽ നിൽക്കുക തന്നെയാണോ CJP? നൗഫൽ, ഇന്നും ഈ സമരവേദിയിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CJP തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന കാര്യം ഇന്ന് രാവിലെ തന്നെ അത് CJPയുടെ വക്താവ് അറിയിച്ചു കഴിഞ്ഞു. കാരണം മിനിയാന്നുണ്ടാകുന്ന ഒരു ട്രെയിലറാണ്. ഇനി സമരം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. രാജി എന്ന ഉറച്ച ആവശ്യത്തിൽ തന്നെ നിൽക്കുകയാണ് CJP. മാത്രമല്ല, പ്രവർത്തകർക്ക് നേരെ ഒരു തരത്തിലുള്ള പ്രകോപനവുമില്ലാതെ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അടിച്ചമർത്തൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന കാര്യം CJP ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് സമരം അവസാനിപ്പിക്കണമെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, തങ്ങളുടെ എല്ലാ കണ്ടീഷനുകളും പാലിക്കണം എന്ന് CJP ഉറപ്പിച്ചു പറയുകയാണ്. മാത്രമല്ല, ഇന്ന് ഡൽഹിയിലെ മെട്രോ സ്റ്റേഷനുകൾ ഉൾപ്പെടെ അടച്ചിടുന്ന സ്ഥിതിയാണ്. എന്നാൽ പോലും നൂറുകണക്കിന് ആയിരക്കണക്കിന് പേരാണ് ഇന്ന് ഈ സമരവേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കൂടുതൽ പേർ രണ്ടു വശം ഇവിടെ മൊത്തമായി അടച്ചിരിക്കുന്ന സ്ഥിതിയാണെങ്കിൽ പോലും പല ഭാഗത്തു നിന്നും ഈ സമരവേദിയിലേക്ക് ജനപ്രവാഹം എന്ന് തന്നെ വിളിക്കാം. പല ദേശത്ത് നിന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ വടക്കേ അറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള വിവിധ പ്രദേശത്ത് നിന്നും ഈ സമരവേദിയിലേക്ക് ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നൗഫൽ.